ഹലോ സുഹൃത്തുക്കളെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പേഴ്സാണ്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 റെക്സിനാണ്. ഇതിൻ്റെ നീളം 11.5 ഇഞ്ച് നീളവും 7.5 ഇഞ്ച് വീതിയുള്ള 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇത് റെക്സിനൈറ്റാണ്, കുറച്ച് നല്ല ഐറ്റം തുണിയാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഇത് സൈഡിൽ വെക്കാനുള്ള ഹുക്കുകളാണ്, 2 റണ്ണറുണ്ട്, പിന്നെ റണ്ണറിൻ്റെ റോപ്പുണ്ട്, 2 കളർ സിബുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണാമല്ലോ. എപ്പോഴും പറയും പോലെ തന്നെ ഇപ്പോഴും സിബ് അടിക്കുന്നത് ഒരേപോലെ. അരികിലൂടെ സിബ് സ്റ്റിച്ച് ചെയ്തു. ഇതിൻ്റെ മറു സൈഡ് ഇതുപോലെ നമ്മൾ പൗച്ചടിക്കുന്ന അതേപോലെ തന്നെയാണ് അത് ചെയ്തു. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. റെക്സിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി ഓയിൽ തേക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. ആ പല്ലുമ്മൽ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അതിനാണ് ഇവിടെ ഓയിലിന് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആണ് യൂസ് ചെയ്യാറ്. തുണി അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പൗച്ചിന് ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റെക്സിന് സിംഗിൾ സ്റ്റിച്ച് തന്നെ മതിയാവും. അങ്ങനെ പിഞ്ഞു പോരുന്നൊരു പ്രശ്നം റെക്സിന് ഉണ്ടാവില്ല. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പൗച്ചിന് റണ്ണർ ഇട്ടതുപോലെ തന്നെ റണ്ണർ ഇടുക. ഒരു 3-4 പല്ല് വെളി കാണുന്ന രൂപത്തിൽ വെക്കുക. ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് അമർത്തുക, റണ്ണർ ഇടുക. കഴിഞ്ഞു. ഏകദേശം 2 റണ്ണർ ഇട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു 1.5 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ പറയും പോലെ തന്നെ സിബിൻ്റെ അവിടെ എല്ലാ ഭാഗത്തും കെട്ടിട്ട് കൊടുക്കണം. ഇതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു കെട്ടിടണം, നിർത്തുന്ന ഭാഗത്ത്. ഈ റോപ്പ് എടുത്തിട്ട് നമ്മൾ ഇതൊരു 1/4 ഇഞ്ചിൻ്റെ ഒരു സ്ട്രാപ്പാണ്. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതും അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ മേലിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം, സിബിൻ്റെ ഭാഗത്ത്, നിർത്തുന്ന ഭാഗത്ത്. ഇവിടുത്തെ അതേ അളവ് തന്നെ ഇവിടെയും ചെയ്യുക.
ഷാർപ്പ് അളവിൽ കട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ റോപ്പ് വെക്കാൻ മറന്നുണ്ട്. ഈ സിബിനെ അടുപ്പിച്ചിട്ട് ഈ റോപ്പ് കയറ്റി കൊടുക്കുക. അത് കഴിഞ്ഞു. അതിൻ്റെ വേസ്റ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ മറിച്ച് കഴിഞ്ഞാൽ ഒരു പീസ് പോലായി. പക്ഷേ ഇതിലൊരു പീസ് നമ്മൾ ചെയ്യേണ്ടത് പൗച്ചിന് ചെയ്തതുപോലെ ഈ കോണ് മടക്കി ഒരു ഇച്ചിരി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. ഏകദേശം അതിൻ്റെ അളവ് ഒരു അര ഇഞ്ച് കറക്റ്റ് വരുന്ന രൂപത്തിൽ ചെറുതായിട്ടൊന്ന് ആ കോണ് ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഒരു അര ഇഞ്ച് ഉണ്ടാകാവും 4 വശവും. അപ്പോൾ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ എന്ത് രൂപമാണ് നമുക്ക് കിട്ടുക എന്നുള്ളതൊന്ന് കാണാലോ. നാല് വശം അതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ പൗച്ചിന് ചെയ്തതുപോലെ തന്നെ ഒരു അര ഇഞ്ച് മതി, കൂടുതൽ വേണ്ട. നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ഐറ്റത്തിൻ്റെ അതേ രൂപങ്ങളിലൊക്കെ തന്നെയാണ് വലിയ ബാഗുകളും ഉണ്ടാവുക. പിന്നീട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ ഒരു പൊങ്ങിയ രൂപമാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ഈ രൂപവും. ഇനി നമുക്ക് ഇത് രണ്ടൊന്നും മറിച്ച് നോക്കാം എങ്ങനെ ഉണ്ട്. അങ്ങനെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് മറിച്ച് നോക്കാം. ആദ്യം ഈ പ്ലെയിൻ ആയിട്ടുള്ള മറിക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടത്, മറിക്കുമ്പോൾ ഈ കോണ് കറക്റ്റ് ആവണേ. ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മറിക്കണം. അപ്പോൾ മറിക്കുമ്പോൾ ഇവിടെ ഷാർപ്പായിട്ട് ഈ കോണ് കിട്ടും. ശ്രദ്ധിക്കണം. ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അപ്പോൾ ഈ ഷാർപ്പായിട്ടിട്ടും ഇവിടെ. ചെറിയൊരു പണിയാണ്, പക്ഷേ അതിലുണ്ടല്ലോ ചെറിയൊരു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പിന്നീട് അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് റെഡിയാക്കേണ്ടി വരും. ഇതതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, വരയ്ക്കുമ്പോൾ കഴിഞ്ഞു. നോക്കൂ, ഇതിൻ്റെ ഇതാണ് നമ്മൾ ചെയ്തത്. ഏറ്റവും സിമ്പിളായിട്ട് ഇതേ കളർ റോപ്പ് ഉണ്ട്, അത് നമുക്ക് കൊടുത്തു നോക്കാം. അതില്ലേ കളറ് റോപ്പ് കൊടുത്തു. അപ്പോൾ ഒരു കുഞ്ഞു പേഴ്സ് ഇതെവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാനൊക്കെ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് മറിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെ പോലെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് മറിക്കുമ്പോഴേ ഒരു സന്തോഷമാണ്. നമുക്കറിയാം അതെങ്ങനെ ഉണ്ടാവും. എന്നാലും നമ്മൾ ആ ഒരു അര ഇഞ്ച് മാറ്റം വരുത്തിയപ്പോൾ ഇതിന് വന്ന ചേഞ്ച് നോക്കി നിങ്ങൾ കണ്ടോ. ഇത് ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുകൂടെ ഒരു ബോക്സ് പോലെ ഒന്നുകൂടെ പൊങ്ങി വന്നു, ഒന്ന് ചെറുതായി. ഇതിന് നമ്മൾ എന്തെങ്കിലും ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് നന്നായി ഫീൽ ചെയ്യും. നോക്കൂ, ഇത് രണ്ട് രൂപത്തിലായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്ത ഇതാണ്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഒരേ അളവാണിത്. പക്ഷെ ഇത് നമ്മൾ മുന്നേ നമ്മൾ ചെയ്തതുപോലെ
ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, പൗച്ച് ചെയ്തതുപോലെ ഒരു 1/2 ഇഞ്ച് കോണാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ത്രികോണം രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ ഇതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അത് ചെയ്യാത്ത ഒരു രൂപമാണിത്. ഇത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു റെക്സിനാണ്. ഇത് ലേഡീസ് ബാഗുകളൊക്കെ ചെയ്യുന്ന തുണിയാണ്. ഈ റെക്സിന് ഇതുപോലത്തെ റെക്സിനുകൾ, ഈ സിബിന്റെ കളർ ചേഞ്ചുകൾ, ഈ ബാഗുകൾക്ക് ഭംഗി കൊടുക്കുന്ന മെയിൻ ഘടകങ്ങളാണ്. സിബിന്റെ കളറ്, ഇതിൽ യൂസ് ചെയ്യുന്ന റണ്ണറ്, ഇതിന് ഈ റണ്ണറിന്റെ റോപ്പ്, അതുപോലെ ഡിസൈൻ ആയിട്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ എംബ്ലങ്ങൾ, ഇതൊക്കെയാണ് ഇതിന് ഭംഗി കൊടുക്കുക. കളർ കോമ്പിനേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റങ്ങളും നമുക്ക് പൗച്ച് എന്നുള്ള നിലയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാവുന്ന വസ്തുക്കളാണ്. ഇതും ആവശ്യക്കാരുള്ളതാണ്. അത് നല്ല റെക്സിനിൽ ചെയ്യണം, കുറഞ്ഞത് ചെയ്യരുത്, നല്ല തുണിയിൽ. ഇപ്പം ഈ നമ്മൾ ഈ ചെയ്ത് ഈ ചെറിയ കുഞ്ഞു പൗച്ചാണെങ്കിൽ പോലും 2 വർഷം, ചുരുങ്ങിയത് 2 വർഷമെങ്കിലും കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നിൽക്കും. അത് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലതാവണം. അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന റണ്ണറുകളും, പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിബ് സ്റ്റിച്ച് ചെയ്യണ ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം, സ്റ്റിച്ച് തുടങ്ങുന്ന ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനൊക്കെ ഘടകമാണ്. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക.